ഹായ് ഓൾ, ഇന്ന് നമുക്ക് സയൻസിൻ്റെ ഭാഗത്തു നിന്ന് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ജീവിതശൈലി രോഗങ്ങളും കാരണങ്ങളും. പ്രമേഹം ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ് പ്രമേഹത്തിന് കാരണമായി വരുന്നത്. ഇനി ഫാറ്റി ലിവർ, കരളിൽ വെച്ച് കൊഴുപ്പ് അടിഞ്ഞു കൂടുവാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പക്ഷാഘാതം, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് പക്ഷാഘാതം. അമിത രക്തസമ്മർദ്ദം, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദം. അടുത്തതാണ് ഹൃദയാഘാതം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയാഘാതം. അപ്പോൾ എന്താണ്? ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഇവയെല്ലാം. ഇതിന് എല്ലാം എന്താണ് കാരണം എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് മന്തുരോഗം. മന്തുരോഗം പരത്തുന്ന വിരകൾ ഫൈലേറിയ വിരകളാണ്. മന്തുരോഗം പരത്തുന്നത് ആരാണ്? കൊതുകുകളാണ്. ലിംഫുവാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നു. ഇതുമൂലം ലിംഫ് വാഹികൾ വീങ്ങുന്നു, അതായത് നമ്മൾ നീര് വെച്ച പോലെ ആകുന്നു. അതാണ് മന്തുരോഗത്തിന് കാരണം. അടുത്തത് പുകവലിയും ദൂഷ്യഫലങ്ങളും. പുകവലിയുടെ ദൂഷ്യഫലങ്ങളാണ് പക്ഷാഘാതം, നിക്കോട്ടിൻ വിധേയത്വം, ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ. അപ്പോൾ പുകവലി മൂലം അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് PSC ഓട് 1 ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് രോഗം വേഴ്സസ് ഉപയോഗിക്കേണ്ട ലെൻസ്. അപ്പം ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഉള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? അത് ബൈഫോക്കൽ ലെൻസാണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? ബൈഫോക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമാണെങ്കിൽ ബൈഫോക്കൽ ലെൻസ്, ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ്. ഓക്കെ, ഇനി ദീർഘദൃഷ്ടി മാത്രമാണെങ്കിലോ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം പഠിക്കുക. ഹ്രസ്വദൃഷ്ടിക്ക് ഏതാണ്? കോൺകേവ്. അത് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ദീർഘദൃഷ്ടി വന്നാൽ ഏതാണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അടുത്തത് വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സിലിണ്ടറിക്കൽ ലെൻസ്. അപ്പോൾ ഈ കുറച്ച് പോയിൻറ്റ്സ് ഉള്ളെങ്കിലും ഈ പോയിൻറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 2-3 മാർക്കിന് ഷുവറായിട്ടും ഒരു പരീക്ഷയ്ക്ക് കിട്ടും. കാരണം ജീവിതശൈലി രോഗങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കണ്ടു. അതുപോലെ തന്നെ മന്തുരോഗം വരുന്നത് ക്യുലക്സ് കൊതുകുകൾ, ദെൻ ഫൈലേറിയൻ വിരകളാണ്, ദെൻ പുകവലിയും അതിൻ്റെ ദോഷഫലങ്ങളും, ദെൻ കോൺവെക്സ്, കോൺകേവ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഉള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്നത് ബൈഫോക്കലാണ്. ഇനി ഹ്രസ്വദൃഷ്ടി മാത്രമാണെങ്കിലോ കോൺകേവ് ലെൻസ്, ദീർഘദൃഷ്ടിയാണെങ്കിലോ അത് കോൺവെക്സ് ലെൻസ്, അതുപോലെ വിഷമദൃഷ്ടിയാണെങ്കിൽ സിലിണ്ടറിക്കൽ ലെൻസ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങളിത് യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. എല്ലാവരും ഒന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻ്റായിട്ടിടുക. അപ്പോൾ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.